അല്പനിമിഷത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഈ പകൽ ഞാൻ വായിക്കുന്നത്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ദാനം സാക്ഷ്യത്തിൽ എന്നുള്ള വാക്കാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നിൽ ഇന്ന് പകൽ ഏൽപ്പിച്ച ചില ദൈവിക ശബ്ദങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിയിൽ ഞാൻ താണിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്നു പറവാൻ ആർക്കും കഴിയുകയില്ല. ആ വാക്ക് ഇന്ന് പകൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ദൈവമക്കളും സ്റ്റേജിലിരിക്കുന്ന കർത്തൃദാസന്മാരും ചേർന്ന് നമ്മൾ ആ വാക്ക് ഒന്ന് ഉരുവിടാൻ പോകുകയാണ്. ഒന്നും കൂടെ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്നു പറവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ, പരിശുദ്ധാത്മാവിലല്ലാതെ കർത്താവ് എന്നു പറവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഇന്ന് പകൽക്കാലം എന്നോട് ദൈവം സംസാരിച്ച ഒരു ശബ്ദം നിങ്ങളുമായി ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ. ആത്മാവിൻ്റെ ദാനം ആമേൻ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടണമെങ്കിൽ ആ ആത്മാവ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവ് വ്യക്തിപരമായി എന്നിൽ വ്യാപരിച്ചാൽ, അത് നിങ്ങളിൽ വ്യാപരിച്ചാൽ അത് സാക്ഷ്യമായി മാറുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് പകൽ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദിയ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടാൽ അത് സാക്ഷ്യമായി മാറുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയോട്, അഭിഷക്തന്മാരോട്, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആത്മാവിൻ്റെ ദാനം നമ്മിൽ പകർന്നാൽ 25-ലെ പോലെ അല്ല, 26-ൽ ഇതുവരെയും ചെയ്യാത്ത ചില ദൈവിക പ്രവൃത്തി നമ്മളിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിന്റെ ആരംഭം ആമേൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, പഴയ നിയമ ആമേൻ കർത്തൃദാസന്മാരെ എടുത്തു നോക്കിയാൽ ആമേൻ ആ കാലഘട്ടത്തിൽ ഉണ്മാനോ കുടിപ്പാനോ ധരിപ്പാനോ ഇല്ലാത്ത ഒരു കാലഘട്ടം. പക്ഷേ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആമേൻ അത് സാക്ഷ്യമായി, അത് വിടുതലായി, അത് അത്ഭുതമായി തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെട്ടു. അങ്ങനെ അനേകം സഭകൾ, അനേകർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഈ കൺവെൻഷനിലൂടെ നാം കേൾക്കുന്ന ദൈവിക ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലിന്, അതൊരു അത്ഭുതത്തിന്, അതൊരടയാളത്തിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. യേശുവിൻ്റെ കർത്തൃത്വത്തിൽ യേശു ഏതിലൊക്കെയാണ് കർത്താവെന്ന് നമുക്ക് തിരുവചനത്തിൽ പഠിപ്പാൻ കഴിയും. ഒന്ന്, അവൻ
സൃഷ്ടിയിൽ അവൻ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ കാണുന്നത് ലോകത്തിന് ദൃശ്യമായതല്ല. ഒന്ന് വായിച്ചാട്ട്. ഈ കാണുന്ന ലോകത്തിനു ദൃശ്യമായതല്ല. കാരണം എന്നു വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ആമേൻ. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ഒരു വാക്കിനാൽ. എനിക്ക് മുൻപേ ദൈവവചനം പ്രസംഗിച്ച കർത്തൃദാസൻ പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവം നമുക്ക് ഒരധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം നമുക്ക് തന്ന അധികാരം ഉപയോഗിക്കാത്തതാണ് പലപ്പോഴും നമ്മുടെ പരാജയം. ഇന്ന് പകൽ ഞാൻ പറയാം, ആത്മാവിൽ ദൈവം നമുക്ക് തരുന്ന ആമേൻ അനുഗ്രഹങ്ങളും ദൈവം നമ്മളോട് പറയുന്ന വാക്കുകളും നാം കൽപ്പിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ ഒരു മീറ്റിങ്ങിന് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു മനുഷ്യനെ ഉന്തിക്കൊണ്ടുവന്നു. അവർ വിശ്വാസത്താൽ കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ആ വീൽ ചെയറിൽ വന്ന മനുഷ്യന്റെ തലയിൽ പോയി ഒന്ന് കൈവെക്കണമെന്ന്. ദൈവനിയോഗത്തോടെ ആ വീൽ ചെയറിൽ വന്ന മനുഷ്യന്റെ ആ തലയിൽ കൈവച്ചപ്പോൾ അടുത്ത കണ്ട കാര്യം ഞാൻ ഇങ്ങനെയാ, ആ മനുഷ്യൻ ആ വീൽ ചെയർ വലിച്ചെടുത്തെറിഞ്ഞിട്ട് എഴുന്നേറ്റ് നൃത്തം ചെയ്യുന്ന ആരാധന ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും അത്ഭുതമുണ്ട് കേട്ടോ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണോ ഇതിനകത്തു നീ വന്നത്? ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണോ ഇതിനകത്തു നീ വന്നത്? ഞാൻ ആത്മാവിൽ പറയുന്നു, അവൻ ഒരു വാക്ക് ഇന്ന് പകൽ കൽപ്പിക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് ക്യാൻസർ രോഗമാകട്ടെ, അത് ബ്രെയിൻ ട്യൂമർ ആകട്ടെ, അത് ഏത് രോഗവുമാകട്ടെ, വിശ്വസിക്ക്, യേശു നിന്നെ സൗഖ്യമാകുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ ആമേൻ വലിയ വലിയ മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കും. ഇനി ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് സൃഷ്ടിയിലവൻ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആടെ കരം കൊടുത്തിട്ടൊന്ന് പറയാമോ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന്? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ നാം ശുശ്രൂഷിക്കുന്ന സഭകൾ, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ജനറൽ ആമേൻ ലോക്കൽ സഭകൾ ഈ ദിവസങ്ങളിൽ ഇതുവരെയും കാണാത്ത ചില ദൈവിക പ്രവൃത്തി കണ്ണാലെ കാണാൻ പോകുകയാ. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പഴയ നിയമത്തിൽ ഏലിയാവ് ആമേൻ സാരാഭാത്തിലെ വിധവയുടെ വീട്ടിൽ പോയി. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ പോയതല്ല, ആ സഹോദരി ആമേൻ വിറക് പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം വെള്ളം ചോദിച്ചതാ. വെള്ളം ചോദിച്ചപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ ഒരടയും കൂടെ, ഒരു കഷ്ണം അപ്പം കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ആ വിധവ പറഞ്ഞ കാര്യം ഇതാ, ഈ ഒരു കഷണം അല്പം മാവേ ഉള്ളൂ, ഈ ഒരു അട കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിപ്പാനിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ അപ്പത്തിനൊരു പേരിട്ടത് ഇങ്ങനെയാ, മരണത്തിൻ്റെ അടയെന്ന. മരണത്തിൻ്റെ അട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അത് കഴിച്ചിട്ട് അവര് മരിക്കാനിരിക്കുക. പക്ഷേ ആത്മാവിൻ്റെ ആമേൻ ദാനം സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കുകയാൽ ഏലിയാവ് പറയുകയാ, ആ അട എനിക്ക് ഞാൻ തിന്നോളാമെന്ന്. നോക്കിക്കേ, മരണത്തിൻ്റെ അട ആര് കഴിച്ചില്ല? അത് ആമേൻ ആ വിധവയും മകനും കഴിച്ചില്ല. ആര് കഴിച്ചു? ഏലിയാവാ കഴിച്ചത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇപ്പോൾ ആ വിധവയ്ക്കൊരാഗ്രഹം, ഈ ഭക്തനെ ഇവിടെ ഒന്ന് പാർപ്പിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ അവിടെ പാർക്കുമ്പോൾ വീടിന്റെ കലവറയുടെ ശൂന്യത മാറി. സ്തോത്രം. 2026 ചില ശൂന്യതകളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. നിന്റെ വീടിനകത്തെ ചില ശൂന്യതകള്, തലമുറയുടെ ചില ശൂന്യതകള്, ഹല്ലേലൂയ, ആത്മാക്കളുടെ കുറവ് നിമിത്തം ഭാരത്തോടെ ആയിരിക്കുന്ന അഭിഷക്തന്മാരോട് ഇന്ന് പകലൊരു ദൂത് പറയുകയാ. അവൻ നമ്മുടെ സഭകൾ ആത്മാക്കളെ കൊണ്ട് 2026 നിറയപ്പെടാൻ പോകുകയാ. ഇത് വിശ്വസിക്കുന്നവർ എത്ര പേർ സ്തോത്രം പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു പ്രവർത്തനം റാന്നി പട്ടണത്തിലാ. IPCക്ക് ഒത്തിരി സഭയുള്ള ദേശമാ റാന്നി. പക്ഷേ 2013 ഒരു നിയോഗം ദൈവം തന്നു. ആ നിയോഗപ്രകാരം ആ പട്ടണത്തിനകത്തൊരു വേല ആരംഭിപ്പാൻ ദൈവം വീണ്ടും ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, പുതിയ ആത്മാക്കളെ തരണമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറച്ച് പുതിയ ആത്മാക്കളെ ദൈവം നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകദേശം 2-3 മാസം ഞാനും എൻ്റെ കുടുംബവും മാത്രം അതിനകത്ത് ട്രം അടിച്ച്, കാച്ചാണത്ത് വർക്ക് എബ്രഹാം സാറിൻ്റെ ബിൽഡിങ്ങിലെ ചർച്ച്, ആമേൻ, ട്രം അടിച്ച് കൈയടിച്ച് ഞങ്ങൾ മാത്രം പാടി. ആമേൻ, സ്തോത്രം. പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹല്ലേലൂയ, ഇവിടെ നീ വളരുമോ? പ്രൈസ് ദി ലോർഡ്. സ്വന്തം ദേശമായതുകൊണ്ടും എനിക്കൊരു ഉറപ്പുണ്ട്, സാക്ഷ്യമുള്ളത് കൊണ്ടും ആത്മാക്കളെ ദൈവം തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ബിൽഡിങ്, ആമേൻ, അതൊരു സമുദായക്കാരുടെ ബിൽഡിങ്ങാ. ഒരു ദിവസം ദൈവാത്മാവനോട് പറഞ്ഞു, ഒന്ന് കരം ചൂണ്ടി പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയെ നിന്റെ ആലയത്തിനകത്ത് ഞാൻ തരാൻ പോകുകയാണെന്ന്. ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, അവിടുത്തെ ആൻറ്റി പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. രോഗിയായിട്ടാണ് കടന്നു വന്നത്. പക്ഷേ അന്നത്തെ പ്രാർത്ഥനയിൽ ആൻറ്റിയുടെ രോഗത്തെ ദൈവം അഴിച്ചു മാറ്റി. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളോളം ബെൽറ്റ് ധരിച്ചുകൊണ്ട് ആൻറ്റി നടക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വചനത്തിൻ്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യം അവിടെ ഉണ്ടായി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ആത്മാവിന്റെ ദാനം പ്രാപിച്ച ദൈവജനത്തോട് നിന്റെ മേൽ ചില സാക്ഷ്യം വേണം. പ്രൈസ് ദി ലോർഡ്. നീ ദേശത്ത് സാക്ഷ്യമുള്ളവനാണെങ്കിൽ ആത്മാക്കളെ ദൈവം തരാൻ വിശ്വസനാ. പ്രൈസ് ദി ലോർഡ്. ഇന്നെൻ്റെ ചർച്ചിൽ ആക്റ്റീവോടെ ആ കുടുംബം ആരാധിക്കുകയാ. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നത്? ഹല്ലേലൂയ, നമുക്കൊരു സാക്ഷ്യം ആവശ്യമാ. ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, ആമേൻ, നമ്മുടെ തലമുറകൾക്ക്, ആമേൻ, നല്ല സാക്ഷ്യം വേണം. നല്ല സാക്ഷ്യമുണ്ടെങ്കിലേ നമ്മുടെ സഭകളിൽ ആത്മാക്കൾ നിറയപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം? ആമേൻ. വീണ്ടും ഞാൻ ആ ദൂതിലേക്കൊന്ന് മടങ്ങി വരികയാ. ഏലിയാവ് അവിടെ പാർക്കുമ്പോൾ, ആമേൻ, ആ വിധവ പറയുകയാ, നീ വന്നത് ഞങ്ങൾക്ക് ഉപകാരമാ, ഞങ്ങളുടെ ശൂന്യതകൾ മാറി. ആമേൻ, സ്തോത്രം. ആ വീട്ടിൽ പാർക്കുമ്പോൾ ചില ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മുകളിൽ ഏലിയാവ് പാർക്കുമ്പോൾ താഴെ ഒരു നിലവിളി, അയ്യോ പോയേ. ആര് പോയി? ആമേൻ, മകൻ മരിച്ചുപോയി. ഇപ്പോൾ നോക്കിക്കേ, ഏലിയാവിനെ ആ സ്ത്രീ കുറ്റപ്പെടുത്തുകയാ, സാക്ഷ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാ. പക്ഷേ ഇത്
കേട്ടിട്ട് ഇറങ്ങി ഓടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ ദൂഷി പറയാം, നിനക്കെതിരെ നിന്ന പറയാം, നിനക്കെതിരെ അപമാനം പറയാം, നിന്നെ തള്ളി പുറത്തു കളയാം. പക്ഷെ ഒരു കാര്യം നീ മറന്നു പോകരുത്, നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് സാക്ഷ്യം സൂക്ഷിച്ചു? പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ഇറങ്ങി ഓടിയില്ല, ഏലിയാവ് അവിടെ തന്നെ പാർത്തു. എന്നിട്ട് അടുത്ത കാര്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഏലിയാവ് താഴേക്കിറങ്ങി വന്ന് ആ കുട്ടിയെ തോളത്തെടുത്തുകൊണ്ട് അവൻ കിടന്ന റൂമിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാ, തള്ളിക്കളയരുത് വിഷയങ്ങൾ. അത് വിടുതലുള്ള വിഷയമാ. നീ അതിനെ ഉപേക്ഷിച്ച് കളയരുത്. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് അത്ഭുതമായി സംഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് എന്താ അവിടെ ചെയ്തത്? ഏലിയാവ് ചെയ്തത് ഇതുവരെയും ചെയ്യാത്തൊരു ശുശ്രൂഷയാ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ മുൻകാലത്തും ഏലിയാവിൻ്റെ പിൻകാലത്തും ചെയ്യാത്ത ഒരു ശുശ്രൂഷയാ ഏലിയാവ് അവിടെ ചെയ്തത്. ആത്മാവിൻ്റെ ദാനം പ്രാപിച്ച ദൈവജനത്തോട് ആത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയുകയാ, 26 തമ്പുരാൻ നമ്മെ കൊണ്ട് അങ്ങനെ ചില ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹോസ്പിറ്റല് തള്ളിയ വിഷയങ്ങള്, ആമേൻ, വീട്ടുകാര് നാട്ടുകാര് തള്ളിയ ചില വിഷയങ്ങള്, ഇനിയും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങള് ഇന്ന് പകൽക്കാലം മുൻപിലെടുത്തുകൊണ്ട് വന്നാൽ അതിനെ ആമേൻ നിസ്സാരമായി കാണാതെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ കുട്ടിയുടെ ജീവൻ അവന്റെ ശരീരത്തിലേക്ക് വന്നതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ദാനം പ്രാപിച്ച ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയുകയാ, നീ പ്രാർത്ഥിച്ചാൽ അധികാരത്തിന്റെ ചാവി കൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും. ഇന്ന് പകൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം വേദനയോടെ വന്നവരോട്, ഭാരത്തോടെ വന്നവരോട്, ഞെരുക്കത്തോടെ വന്നവരോട് നാളെ എന്താകും, എൻ്റെ സന്തതിയുടെ കാര്യം, എൻ്റെ സഭയുടെ കാര്യം, എൻ്റെ ശുശ്രൂഷയുടെ കാര്യം എന്താകുമെന്ന് ചോദിച്ചു വന്നവരോട് ആത്മാവിപ്പകൽ പറയുകയാ, മുട്ടുമടക്കിക്കോ. ഒരു ദൈവ പ്രവർത്തി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. അല്ല, നാളെ വെളിപ്പെടുമെന്നല്ല പറഞ്ഞത്, ഇന്ന് രാത്രി വെളിപ്പെടുമെന്നല്ല പറഞ്ഞത്. ഈ വചനം പറയുമ്പോൾ ഏതൊക്കെയോ ശരീരങ്ങളുടെ മേൽ, ഏതൊക്കെയോ സഭകളുടെ മേൽ, ഭാരത്തോടെ വന്നിരിക്കുന്ന ചിലരുടെ മേൽ ആ വിടുതൽ വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്പസമയം കരം താട്ടി അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ശൂഡ മനാരകൾ ഘടകനരകദിനി അർത്ഥൽ ഘടകധരഘടകസിയാരഘടക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ജീവൻ തിരികെ കൊടുത്തു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 17-ാം അധ്യായം ആമേൻ ഒറ്റപ്പെടുത്തുന്നു ഏലിയാവിനെ. സാരാഫാത്തിലെ വിധവ ആദ്യം ഒറ്റപ്പെടുത്തി. ആമേൻ ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എൻ്റെ അടുക്കൽ വന്നത്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ശബ്ദം കൈമാറുകയാ, ഇത് കേട്ടിട്ട് നീ ഓടരുത്. ഏലിയാവേ, നീ പോകരുത്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതേ നാവ് കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കും. ശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതേ നാവ് കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കും. തിരുത്തി പറയിപ്പിച്ചോ? 17-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാ, ആമേൻ, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ളത് ദൈവത്തിന്റെ വചനമെന്നും ഞാൻ ഇതിനാൽ അറിയും.
പ്രൈസ് ദ ലോർഡ്. സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ദേശത്തു നിന്നെ ഓടിച്ചു കളയുവാൻ ശത്രു തന്ത്രം മെനയുമ്പോൾ, അതിൻ്റെ വേലകൾ അവൻ ചെയ്യുമ്പോൾ, അത് ശൂദ്രമാകട്ടെ, അത് മന്ത്രവാദമാകട്ടെ, അത് നുണപ്രചരണമാകട്ടെ, ഓടിപ്പോകരുത്. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇതുവരെയും ചെയ്യിപ്പിക്കാത്ത, ഇതുവരെയും കാണാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ എൻ്റെ ദൈവത്തിന് വെളിപ്പെടുത്തണം. അത് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുകയാ. ഇവിടെ ഓരോ ഭവനങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും അത് വിടുതലായി വെളിപ്പെടുന്നത് ആത്മാവിനോട് ഇങ്ങനെ പറയുകയാ. ഭാരത്തോടെ വന്ന ചിലരോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാ, നിന്നെ കൈവിടത്തില്ല, നിന്നെ കൈവിടത്തില്ല. കർത്താക്കരം പിടിക്കാൻ പോകുകയാ. നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. ഏലിയാവ് സാരഫാത്തിൽ ചിലതൊക്കെ ചെയ്തു. ഈ അട, മരണത്തിൻ്റെ അട കഴിച്ചതാരാ? ഏലിയാവല്ലേ? ഈ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൻ കീഴിൽ വന്നപ്പോൾ അട എഫക്റ്റ് ചെയ്തു. ഏതട? മരണത്തിൻ്റെ അട ഏലിയാവിൽ എഫക്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? ഏലിയാവ് ഇപ്പോൾ പറയുകയാ, മതി യഹോവേ എൻ്റെ പ്രാണനെ. ആമേൻ. മതി യഹോവേ. ആ മരണത്തിൻ്റെ അട ചില ദിവസം, ചില വർഷം കഴിഞ്ഞപ്പോൾ, ആമേൻ സ്തോത്രം, ചൂരച്ചെടിയുടെ തണലിൻ കീഴിൽ വന്നപ്പോൾ ഈ എഫക്റ്റ് ചെയ്തു. സ്തോത്രം. പറയുകയാ, മതി, തീർന്നാൽ മതിയെന്ന്. ഇല്ല ഏലിയാവേ, ഇനിയുണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ. ചില പകരക്കാരെ നീ കണ്ടെത്താനുണ്ട്. ആമേൻ. ചിലരുടെ മേൽ ചിലത് പകർന്നു കൊടുക്കുവാനുണ്ട്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കിന് വേഗത്തിൽ വിരാമം കുറിക്കുകയാ. ഒരു പകർച്ച ചില മേഖലകളിൽ വെളിപ്പെടാനുണ്ട്. ചിലരിൽ നിന്നും ചില ഇടങ്ങളിലേക്ക് ആത്മാവ് ചിലത് പകരാൻ പോകുക. ആത്മാവിൻ്റെ ദാനം സാക്ഷ്യത്തിലൂടെ ദേശത്തില്, സഭയില്, കുടുംബത്തില് നമുക്ക് പുലർത്താം. ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാ. പത്രോസ് നടന്നു വരുമ്പോൾ രോഗികളെയെല്ലാം വഴിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാ. നിഴല് തട്ടിയാൽ സൗഖ്യമുണ്ടാകും. പത്രോസേ, നിന്നിൽ ഒരസാധാരണമായ ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. നീ പോയാൽ രോഗികൾ സൗഖ്യമാകും. ഇന്ന് പകൽ ഞാൻ പറയാം, പത്രോസ് നടന്നു പോകുമ്പോൾ രോഗികൾ കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെട്ടു. എങ്കിൽ നിഴലിന്മേലും വ്യാപരിക്കുന്നൊരു ശക്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ശക്തി പ്രാപിച്ചു വേണം നമുക്ക് മടങ്ങിപ്പോകാൻ. നല്ല സാക്ഷ്യം പുലർത്തുന്നവരായിട്ട് വേണം നമുക്ക് മടങ്ങിപ്പോകാൻ. നമുക്ക് അപ്പച്ചൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ ആമേൻ കർത്താവിൻ്റെ നാൾ വരെ നമുക്ക് നിലനിൽക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്തൃദാസന്മാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മറാനാഥ.